ഭൗതിക ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള ആ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. അപ്പോൾ 14-12. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭ പ്രവൃത്തിർ ആരംഭ കർണാമശമ സ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. विवर्तनम भावार्थम जय श्रील प्रभुपाद की जय. ഹേ ഭാരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്. അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. വളരെ പ്രാധാന്യമുള്ള, നമുക്ക് എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ്. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നമഃ. നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവതി പാശ്ചാത്യജയസുധാ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഏതൊരു ഗൾഫുകാരന്റെ മോഹമാണ് ഒരു വലിയ വീട് വയ്ക്കുക എന്നുള്ളത്. ഈ പറയുന്നത് കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. അവൻ എത്ര കാലം മുമ്പ് പറഞ്ഞ അല്ലെ. പിന്നെ കൊട്ടാരം പോലത്തെ ഒരു വീടായിരിക്കണം, വലിയ ഗേറ്റ് ആയിരിക്കണം, അതിൽ 2 കാറ്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് സ്വപ്നം അല്ലെ. ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ഗൾഫിൽ കിടന്നിട്ട് ഒരു വീട് വയ്ക്കണം, ഒരു വലിയ വീട് വയ്ക്കണം. അങ്ങനെ വീട് വെച്ചവർക്കൊക്കെ ഇപ്പൊ പെയിന്റ് അടിക്കാൻ പോലും പൈസ ഇല്ല, അതിന്റെ മെയിൻ്റനൻസിന് പൈസ ഇല്ല. എന്നിട്ടോ കഴിഞ്ഞ മാസം ഞാനൊരു വലിയ ഒരു വീടിന്റെ പാലുകാച്ചിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു എന്താണ്, ഭൗതികവാദിയാണ്, അല്ലാതെ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആളല്ല. വളരെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്, വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. ഇവിടെ പാലുകാച്ചുന്ന സമയത്ത് അവിടെ പാലൊക്കെ കാച്ചി കഴിഞ്ഞപ്പോൾ അവിടെ അതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ ബൊഫെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാം. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ നോൺ വെജും ഉണ്ട്. പാലുകാച്ച നല്ലൊരു ശുഭമായ ഒരു കാര്യം നടക്കുകയാണ് അല്ലെ. അവിടെ എന്താ ചെയ്യുന്നത്, ഒരു പാവത്തിന് തല്ലിക്കൊന്ന് അതിന് കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലെ. അവരെല്ലാവരും വളരെയധികം ആഘോഷിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ ആ വഴിക്കേ പോയില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ തിരിച്ചു. കാരണം നമുക്ക് അല്ലെങ്കിലും വെളിയിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, പ്രസാദമല്ലാത്തതുകൊണ്ട്. പക്ഷെ അവിടെ നോൺ വെജും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലോട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർ വേറെ കുറച്ച് ഫ്രൂട്ട്സ് തന്നാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു നോൺ വെജ് ഉണ്ട്. തീർന്നില്ലേ, എല്ലാ ഐശ്വര്യവും അവിടെ തീർന്നു. ഒരാള് വളരെ സന്തോഷമായിട്ട് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് കയറുകയാണ്, പാല് കാച്ചി കയറുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൃത്യം അവിടെ നടക്കുന്നത് അല്ലേ. ഇപ്പൊ പാലുകാച്ച മാത്രമല്ല, എന്താണ്, ബർത്ത്ഡേ ആണെങ്കിലും പിറന്നാളാണെങ്കിലും എന്താണ് കല്യാണത്തിന്റെ റിസപ്ഷൻ ആണെങ്കിലും കല്യാണത്തിന്റെ മറുവീടാണെങ്കിലും എല്ലാത്തിനും അവർക്ക് അല്ലേ നോൺ വെജ് നിർബന്ധമാണെന്നുള്ളത് അതൊരു സ്റ്റാറ്റസിന്റെ ഒരു ചിഹ്നമാക്കിയാണ് അവര് കാണുന്നത്. വളരെ ദോഷം ചെയ്യുന്നതാണ്. നമ്മൾ ആ സമയത്ത് അവിടെ എന്താ ചെയ്യേണ്ടത്? ആ വീട്ടിലെ ഐശ്വര്യം വരണമെങ്കിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യണം, സങ്കീർത്തനം ചെയ്യണം അല്ലേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ
അവരവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കും. അല്ലാതെ എന്താണ് ഹരികീർത്തനം വയ്ക്കില്ല. കീർത്തനം വയ്ക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവും. ഭൗതികവാദികൾ അങ്ങനെയാണ്, അല്ലെ? ഭൗതികമായിട്ട് ചിന്തിക്കുന്നവരെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചത്. പകരം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല, എന്താണ് നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത്, നോൺ വെജ് ഒന്നും ഇവിടെ വിളമ്പാൻ പാടില്ല. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഭഗവാന്റെ നാമം കൂടുതൽ പറയുമ്പോൾ ഈ വീട്ടിൽ ഐശ്വര്യം കിട്ടും, അല്ലെ? ഇപ്പൊ ഏതൊരു വസ്തുവിലാണെങ്കിലും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം, അല്ലെ, ഒഴിഞ്ഞു പൊക്കോളും. നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം കേൾക്കുമ്പോൾ, കീർത്തനം കേൾക്കുമ്പോൾ അത് ഉറച്ച് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുമ്പോൾ, കീർത്തനം ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടൻസി വേറെയാണ്, അല്ലെ? ഭയങ്കര പൊട്ടൻസിയാണ്, ഭയങ്കര ശക്തിയാണ്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ആ, ആ, എന്താണ് ദോഷമായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് എല്ലാവരും ഓടിപ്പോക്കോളും. എന്താണ് ഹരികീർത്തനം കേൾക്കുമ്പോൾ, ഹരികൃഷ്ണ മഹാമന്ത്രം. അങ്ങനെയാണ് ആ വീട്ടിൽ ഐശ്വര്യം വരിക. മനസ്സിലായില്ല? അല്ലാതെ ഇതൊക്കെ വിളമ്പിയുണ്ടവന് ഒരിക്കലും ഐശ്വര്യം വരില്ല. ഉം. അതാണ് വളരെ നല്ലൊരു എന്താണ് ഒരു ഭാവാർത്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെ, കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ ഇതിൽ എന്നെന്നും താമസിക്കാൻ പോകും, അല്ലെ, പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം രജോ ഗുണത്തിലാണ് വർദ്ധിക്കുന്നത്, അല്ലെ? ആ രജോ ഗുണമൊക്കെ മാറ്റിയിട്ട് പിന്നെ സാത്വിക ഗുണത്തിൽ, സത്വ ഗുണത്തിലേക്ക് വരണം. വന്നാൽ മാത്രമേ എന്തൊക്കെ ആവാൻ പാടുണ്ട്, എന്തൊക്കെ ആവാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും, അല്ലേ? അതാണ് വാസ്തവം. ഉം. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഏ, ഇതൊക്കെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. ഇതാണ് വേണ്ടത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലേ? അപ്പൊ ഇവിടെ ഈ 14ാമത്തെ അധ്യായത്തില് 12ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അർജുനൻ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുതെന്ന് അർജുനൻ ചോദിച്ച ചോദ്യമാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ പറയാണ്, ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമം. സമാധാനപൂർവം എന്നെ സേവിച്ച് എന്റെ ധാമം പോകാൻ പറ്റും, അല്ലെ? ഒരു വെപ്രാളവും വേണ്ട, ഒരു വിഷമവും വേണ്ട, ഒരു തിടുക്കവും വേണ്ട, അല്ലെ? ഒരുപാട് പൈസയുടെ ആവശ്യമില്ല. അതിൽ സാമ്പത്തികമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല, അല്ലെ? നമ്മൾ കുറെ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇരുന്ന് ജപിച്ചാൽ മതി, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ജപിക്കാൻ എന്താ പ്രയാസം, അല്ലെ? അപ്പോ ഭഗവാൻ പറയാണ്, ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമം, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴൊക്കെ സൗകര്യം കിട്ടുന്നു അപ്പോഴൊക്കെ ഭക്തിയുടെ സേവനത്തിലേക്ക് എടുത്തു ചാടണം. അവിടെ പൈതൽ പ്രഭുവും ഗോവിന്ദരാജ് പ്രഭുവും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെല്ലാവരും വളരെയധികം സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ കണ്ടിട്ടായിരിക്കും നമ്മൾ പഠിക്കുക, അല്ലെ? അപ്പോ എന്താണ്, യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എന്താണ് മുതിർന്നവര് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവർ എന്താണോ കാണിച്ചു തരുന്നത് അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നല്ല ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നത്. അവര് എന്ത് സേവ ചെയ്യട്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുക, അല്ലെ? എല്ലായിടത്തും ഓടി നടക്കുക. നമ്മളെയൊക്കെ ഇങ്ങനെ ഒത്തുചേർത്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ഹാൻഡ്സ് ഓഫ് ടു ബോത്ത് ഓഫ് ദം, അല്ലെ? അപ്പോൾ അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അവർ രാവിലെ എണീറ്റ് ഇതൊക്കെ ഓൺ ചെയ്ത് എല്ലാവരും വരുന്നുണ്ടോ നോക്കണം, വരാത്തവരെയൊക്കെ വിളിക്കണം, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ സ്വന്തം കാര്യമാണെങ്കിലും പലരും 80% ആൾക്കാരും വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ നമ്മൾ എന്നാണോ ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് അന്നാണ് നമ്മൾ എന്താണ് കൃഷ്ണാപുരത്തിൽ എത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഭക്തിയുടെ സേവനം തുടങ്ങുക തുടങ്ങുക അല്ലെ തുടങ്ങുക, അല്ലെ? ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തണം. എന്താണ് ഇത്? എന്റെ കാര്യമാണ്, എന്റെ ആത്മാവിന്റെ കാര്യമാണ്, അല്ലാതെ പൈതൽ പ്രഭുവിന്റെ ആവശ്യമല്ല എന്ന് നമുക്ക് ഒരു ദിവസം തോന്നണം. ആ തോന്നുമ്പോഴാണ്, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ, ആരും എന്നെ തുറിച്ച് നോക്കണ്ട. ഏഹ് അങ്ങനെയല്ല, എല്ലാവരും ആ രീതിയിൽ വരണം. ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് മുകളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെ? ഇവിടെ അർജുനൻ ചോദിച്ച എന്താണ്? ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുത്? ഈ അവ്യക്ത ബ്രഹ്മത്തെയാണ് കേരളത്തിൽ 80% ആൾക്കാരും ഉപാസിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ ഉപാസിക്കുന്നത്. അവർ കൃഷ്ണ എന്നൊക്കെ പറയും, അല്ലെ? പക്ഷേ അവരെവിടെ എത്തുക എന്ന് വെച്ചാൽ ആ ബ്രഹ്മജ്യോതിയിലാണ് എത്തുക. വല്ല ഉപയോഗമുണ്ടോ? തീർന്നില്ലേ? ജീവനെ നശിപ്പിച്ചില്ലേ? വളരെ കാത്ത് 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 കാത്തിരുന്ന് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുമ്പോൾ അത് വെറുതെ പാഴാക്കാൻ പാടുണ്ടോ? നമ്മൾ വേറെ ഒരു വഴി കൂടെ അങ്ങ്
എന്താണ് തുടർന്ന് പോയതാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പോയതാണ്. നമ്മൾ അറിഞ്ഞില്ല എങ്ങോട്ടാണ് പോകുന്നത്, അല്ലേ? ഒരു ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇത് എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ലെങ്കിൽ അത് എവിടെയാണോ എത്തുന്നത് അവിടെ എത്തും. നമുക്ക് പോകേണ്ടത് എറണാകുളത്തായിരിക്കും, ഇത് കോഴിക്കോടേക്ക് പോകുമായിരിക്കും. മനസ്സിലല്ലേ? അപ്പോ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ആ ബസ്സിനകത്ത് കയറി പോയതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഓരോരുത്തരെയും ഫോളോ ചെയ്യാനായിട്ട്. ഇതില് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഹരികൃഷ്ണ പ്രസ്ഥാനം, അല്ലെ? ആ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. മാശുച്ച അവൻ പറഞ്ഞിട്ടുണ്ട്, ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? നമ്മൾ നേരായിട്ടുള്ള വഴിയിലാണ് പോകുന്നത്. വേറൊരു വഴി ഇനി ഇല്ല, അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു വഴി വേറെ ഇല്ല, അല്ലേ? എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. പ്രത്യേകിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹരിലാൽ എന്നാണ്. ഏഹ് അദ്ദേഹം ആണ് എന്നെ ഇസ്കോണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അദ്ദേഹം എന്തോ എന്റെ കൂടെ പഠിച്ച ഒരു എന്റെ ഒരു സുഹൃത്താണ്, എന്റെ ഒറ്റ സുഹൃത്തും കൂടെ ആയിരുന്നു, തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് എന്താണ്, നമ്മള് ഒരുമിച്ച് ഇപ്പൊ ദോഹ അല്ല മസ്കറ്റിലായിരുന്നപ്പോഴാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡയ്ക്ക് പോയി. കാനഡയിൽ ചെന്നിട്ട് അദ്ദേഹം എന്താണ് വഴിതെറ്റി പോയി. വേറെ ആരോ ഇൻഫ്ലുവൻസർ വിളിച്ചോണ്ട് പോയി, അവരുടെ കൂടെ പോയി, ഇസ്കോൺ വിട്ടുപോയി. അവിടെ എന്തോ അഹ് അവിടെ ആരെയും ഇഷ്ടപ്പെട്ടില്ല, അല്ലേ? അവിടെ നിന്ന് അവിടെ ഇസ്കോൺ അമ്പലത്തിൽ വന്ന ആരെയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ അത് വിട്ടിട്ട് പോയിട്ട് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ അത് അറിയുന്നത്, അല്ലേ? അത്രയ്ക്കും നല്ലൊരു ഭക്തനായിരുന്നു, ഫാമിലി മൊത്തം. ആ, അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം ഇസ്കോൺ വിട്ടുപോയി, ഇപ്പൊ ഒന്നും അല്ലാതെ നിൽക്കുക. വളരെ പരിതാപകരമാണ് അവരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, ആലോചിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. വളരെ സീനിയർ ആയിട്ടുള്ളവർക്ക് പോലും അബദ്ധങ്ങൾ പറ്റും. അപ്പൊ നമുക്ക് നമ്മളെ കാര്യം പറയാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് കേൾക്കരുത്, ചിന്തിക്കരുത്, അല്ലെ? ഇങ്ങനെ കുതിര ഇങ്ങനെ ഇത് വച്ചിരിക്കുന്ന പോലെ വച്ചിരിക്കുക, അല്ലെ? ഇതേ സ്ട്രെയിറ്റ് ലൈൻ എന്താണോ ഗോവിന്ദരാജ് പ്രഭു പറയുന്നത്, എന്താണോ പൈതൽ പ്രഭു പറയുന്നത്, എന്താണോ നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത്, അതുപോലെ അങ്ങോട്ട് പോവുക. പ്രഭുപാദെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വരുന്നവരെല്ലാവരും, ഗുരുക്കന്മാരെല്ലാവരും പ്രഭുപാദം എന്താ പറയുന്നത് അത് മാത്രമേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. ഇവിടെ കൈ നിട്ടിട്ട് ഒന്നും പറയത്തില്ല, അല്ലേ? അവര് വെള്ളം ചേർക്കത്തില്ല. അതില് എന്താണ് എരിയും പുളിയും ഒന്നും ചേർക്കത്തില്ല. അത് അതുപോലെയാണ് അവതരിക്കുക. അപ്പോ നമുക്ക് ഒരിക്കലും വഴിതെറ്റാൻ വഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്കോണിൽ വന്നു കഴിഞ്ഞാല് നെവർ ലീവ് ഇസ്കോൺ, നെവർ ലീവ് ഭക്തി സേവ, അല്ലെ? ഭഗവാന്റെ കാര്യം വിട്ടിട്ട് ഒരു കഥയും ഇല്ല, ഒരു കളിയും ഇല്ല എന്ന് വിചാരിക്കും. ഇനി എന്തൊക്കെ ആരൊക്കെ പിടിച്ചു വലിച്ചാലും ഞാൻ പോകത്തില്ല, പോക മാട്ടേ പറയണം, അല്ലെ? ഒരുപാട് എന്താണ് ഇതൊക്കെ വരും. പല രീതിയിലുള്ള എന്താണ് നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ വഴി മാറ്റാനൊക്കെ ശ്രമിക്കും ആൾക്കാർ. പക്ഷെ അതിലൊന്നും നമ്മൾ വഴിപ്പെട്ടു പോകരുത്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കൃഷ്ണ, അല്ലെ? ആരോ പറഞ്ഞു എനിക്ക് ശക്തി തരൂ എന്ന് പറയണം, അല്ലെ? അത്രയും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും ഭഗവാൻ കൂടെ ഇരിക്കും, അല്ലെ? നമ്മൾ അറിയത്തില്ല എന്തൊക്കെയാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത്, നമുക്ക് നമ്മളെ എവിടെയൊക്കെയാണ് രക്ഷിച്ചത്. ഭഗവാൻ വന്നിട്ട് പറയത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പോയി പറയും, അല്ലെ, ഞാൻ കാരണമാണ് ഇപ്പൊ ഇയാൾ ജീവിച്ചിരിക്കണം അതൊക്കെ പറയും, അല്ലെ? പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഭഗവാൻ ചിരിക്കത്തേ ഉള്ളൂ. ഭഗവാൻ പുറകിൽ നിന്ന് ചിരിക്കത്തേ ഉള്ളൂ, അല്ലെ? വേറെ ആരെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എടുത്തോട്ടെ എന്ന് വിചാരിക്കും. വേറെ ഏതെങ്കിലും ഒരു ഭക്തന്മാര് ക്രെഡിറ്റ് എടുത്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഭഗവാൻ നമ്മൾ ഒരുപാട് കാര്യത്തില് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെ? ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്ര പേർക്കാണ് കോവിഡ് വന്നതെന്ന് അറിയത്തില്ല, അല്ലെ? എല്ലാവരും വിചാരിക്കണം, ഓ എനിക്ക് കോവിഡ് വന്നില്ല, ബാക്കി എല്ലാവർക്കും വന്നതാണ്. ആര് പറഞ്ഞു കോവിഡ് വന്നില്ല എന്ന്? എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ട്, അല്ലെ? പക്ഷെ അത് അറിഞ്ഞില്ല. അതുപോലെയാണ് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നത്. ഭഗവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ അറിയത്തില്ല, അല്ലെ? ആ ഒരു ബ്രിമ്മിൽ, ആ ഒരു ആപത്ഘട്ടത്തിൽ ഭഗവാൻ അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. എന്താ കാര്യം? നമ്മള് ഭഗവാന്റെ നാമം സദാ ജപിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ? അല്ലാതെ വെറുതെ അല്ല. ഭഗവാൻ നമ്മളോട് ഇഷ്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം നമ്മൾ പറയുന്നതുകൊണ്ടാണ്. എല്ലാവരോടും ഭഗവാന് എന്താണ് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് യാതൊരു ഏറ്റക്കുറച്ചിലും ആരോടും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നാമം പറയുന്ന ഭക്തനോട് ഒരു ഇച്ചിരി കൂടുതൽ സ്നേഹമാണ്, അല്ലെ? ഇപ്പൊ 5 മക്കളില് ഏത് മക്കളോടാണ്, ഏത് കുഞ്ഞിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ഒരു അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാല് ആകെ അന്തം വിടും, അല്ലെ? അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരേ പ്രസവ വേദന അനുഭവിച്ചാണ് ഈ 5 എണ്ണത്തിനെയും പ്രസവിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്, അല്ലെ? അതിലൊരു കുറവും വന്നിട്ടില്ല. അപ്പൊ അതിൽ ആരെ വേണ്ടാന്ന് വെക്കും, ആരെ വേണ്ടാന്ന് വെക്കില്ല, എല്ലാവരെയും ഒരുപോലെ. പക്ഷേ ഏഹ് ഒരു മുട്ടായി കിട്ടിയാൽ ആ അമ്മയുടെ വായിക്കകത്ത്, അല്ലെ, പകുതി മുറിച്ച് അമ്മയുടെ വായിക്കകത്ത് വെച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞിനോട് തീർച്ചയായിട്ടും, അല്ലെ, അമ്മയ്ക്ക് ഒരു ഇച്ചിരി കൂടുതൽ വാത്സല്യം ഉണ്ടാവും. അതിപ്പോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അല്ലെ?
അത് ഏറ്റവും കുറഞ്ഞാണെങ്കിൽ, ഏറ്റവും ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാത്സല്യം കൂടും. അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ നമുക്ക് തരുന്നത്. ആ ഒരു ഇച്ചിരി സ്നേഹം, ആ ഒരു ഇച്ചിരി എക്സ്ട്രാ സ്നേഹം പിടിച്ചു പറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനസ്സിലായത്? അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമമെന്ന്. സമാധാനപൂർവ്വം എന്നെ സേവിച്ച് എന്റെ ധാമം പോകാൻ പറ്റും. പിന്നെ അർജുനൻ ചോദിച്ചു, പുരുഷൻ അതായത് അല്ലെങ്കിൽ പുരുഷൻ ആരാണ്, പ്രകൃതി ആരാണ്, ക്ഷേത്രം എന്താണ്, അല്ലെ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിച്ചു. അല്ലെ? ഇതിന്റെയൊക്കെ ഉത്തരം അടുത്ത ശ്ലോകങ്ങളിലാണ് വരുന്നത്. 13 14 വരുന്നത്. ഉം. അല്ലെ? ഭഗവാൻ വളരെ വിശദമായി തന്നെ പറയുകയാണ്. 14 അധ്യായം 3 ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കും. അല്ലെ? ത്രിഗുണങ്ങളുടെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഉം. ഒരു കൊച്ചു കുട്ടിയോടാണ് നമ്മൾ രജോ ഗുണത്തിനെ കുറിച്ചും തമോ ഗുണത്തിനെ കുറിച്ചും സത്വഗുണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനൊന്നും മനസ്സിലാവില്ല. അല്ലെ? അത് ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാവകളി കാണിക്കുകയാണെങ്കിൽ ആ കുട്ടി ഭയങ്കരമായിട്ട് ആനന്ദിക്കും. അല്ലേ? അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് ചാടി തുള്ളി ചാടിച്ചിരിക്കും. പാവകളി കണ്ടിട്ടില്ല? ഇങ്ങനെ ഒരാളിങ്ങനെ പാവക്കൂത്ത്, പാവകളി ഇങ്ങനെ അല്ലെ, ആ വിരൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അല്ലെ, അതിങ്ങനെ ആക്കുമ്പോഴത്തേന് അത് ഡാൻസ് ചെയ്യുന്നു, പാടുന്നു, അല്ലെ? അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നേരെ മറിച്ച് നമ്മളെ പോലെയുള്ള വലിയ ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വലിയ രസം തോന്നുന്നു ഇല്ല. കാര്യം എന്താണ്? നമുക്കറിയാം അതിന്റെ പുറകിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ കയ്യിലായിരിക്കും നോക്കുന്നത്. അല്ലേ? ഇയാളെ കൈ എങ്ങനെയാണ് നീക്കുന്നതെന്നായിരിക്കും നോക്കുക, പാലിലായിരിക്കും നോക്കുക. കാരണം നമുക്കറിയാം അത് എങ്ങനെ, എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ അത്രയ്ക്ക് ആസ്വാദനം വരത്തില്ല. അല്ലെ? അപ്പൊ അതാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കും. കുഞ്ഞുങ്ങൾക്ക് ആനന്ദിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ആനന്ദിക്കും. അല്ലെ? ഉം. അതുപോലെ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്, പാവകളിയെ പോലെ. അല്ലെ? ഇപ്പൊ നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെ? അത് പാലിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? RTO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സ്പീഡിലെങ്ങാനും പോകണമെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പാർക്ക് ചെയ്താൽ നമുക്ക് ഫൈൻ അടിക്കും. അല്ലേ? നമ്മൾ ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ നമ്മൾ ഫൈൻ അടിക്കും. അപ്പോൾ നമ്മൾ ട്രാഫിക് റൂൾസ് എന്താണ് അനുസരിക്കാനായിട്ട് അവര് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. വച്ചില്ല, അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഫൈൻ വരും, പെനാൽറ്റി വരും, പിഴ അടയ്ക്കേണ്ടി വരും. അത് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുൻപോറ് നല്ല കുട്ടികളായിട്ട് സുഖമായിട്ട് ഓടിച്ചു പോകും. അല്ലെ? ഭഗവാൻ അവിടെ പറയുന്നത് എന്താണ്? രാവിലെ എല്ലാവരും സത്വഗുണത്തിലായിരിക്കുമ്പോൾ കുളിച്ച് മംഗളാരതിക്ക് പോകും. അല്ലെ? അവിടെ ഇരുന്ന് ജപിക്കുന്നു. ഞാനിപ്പോ ഗുണത്തിലുള്ളവര് ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇപ്പൊ സത്വഗുണത്തിലുള്ളവരാണെങ്കിൽ രാവിലെ എണീറ്റ് എത്ര മഴയാണെങ്കിലും കുളിച്ചിട്ട് രാവിലെ ഭഗവാന്റെ അമ്പലത്തിൽ മംഗളാരതിക്കും. മംഗളാരതി കഴിഞ്ഞിട്ട് അവിടെ 7:30 ഇനി അടുത്ത ദർശനമാണ്. അപ്പൊ അതുവരെ ഇരുന്ന് ജപിക്കാം. ഈ 16 റൗണ്ട് ജപിക്കാം. അവിടെ ഇരുന്ന് ഭഗവാന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ജപിക്കാം. കട്ടൻ അടച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ജപിക്കാൻ പറ്റും. ഒരു ശല്യമില്ല, വേറെ ചിന്തകളും വരത്തില്ല. പക്ഷെ നേരെ മറിച്ച് രജോ ഗുണത്തിലുള്ളവർ, അപ്പൊ നമ്മൾ സത്വ ഗുണത്തിനുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. രജോ ഗുണത്തിലുള്ളവർ എന്ത് ചെയ്യും? ആ സമയത്ത് മൊബൈൽ എടുത്ത് വെച്ച് അല്ലെ, അതില് ഈ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും. അല്ലെ? അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നില്ല, എന്നാ പിന്നെ ഒരു സിനിമ കാണാൻ പറഞ്ഞാൽ സിനിമ കൊണ്ടിരിക്കും രാവിലെ 4 മണിക്ക്. അല്ലെ? ഇനി ചിലർക്കാണെങ്കിലോ അവർക്ക് തമോ ഗുണത്തിലാണെങ്കിൽ അവർക്ക് അവർക്ക് കിടന്ന് ഉറങ്ങാനായിരിക്കും സാധിക്കും. അല്ലേ? നല്ല മഴ, സൂപ്പർ മഴ, അല്ലെ? അല്ലെ? പുറച്ചു മൂടി കിടക്കാനായിട്ട് എന്ത് സുഖം എന്നറിയാം. എന്നെ വിളിക്കരുത്. അല്ലെ? ആരെങ്കിലും വന്ന് വിളിച്ചാലും പണിയൊന്നുമില്ല, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. അത് തമോ ഗുണം. അപ്പോൾ നമ്മൾ കണ്ടു സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 പേരുടെയും അല്ലെ പ്രവൃത്തികൾ നോക്കണം. ഇതാണ് അവർ പ്രവർത്തിക്കുക. കാര്യം എന്താണ്? ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദോസ് മൂഡ്സ്. അവരെ ആ ആ ആ എന്താണ് ആ ഗുണങ്ങളാണ് അവർ ബാധിച്ചിരിക്കുന്നത്. ആ ഗുണങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അല്ലേ? അപ്പൊ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്കറിയാം. അല്ലെ? നമ്മളെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഏത് ഗുണത്തിലാണ് വർത്തിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ? അല്ലെ? തമോ ഗുണത്തിൽ. കുറച്ചൊരു അപ്പുറത്തോട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പലരും അവിടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്നുണ്ട്. അല്ലെ? മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെ? ജപിക്കാൻ പറഞ്ഞിട്ട് ജപിക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അവരൊക്കെ അതിലാണ് രജോ ഗുണത്തിലായിരിക്കും. അല്ലെ? ഓക്കെ. അപ്പൊ രജോ ഗുണത്തിൽ വർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അല്ലെ? അതേ, ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കി പോകൊണ്ടിരിക്കും രജോ ഗുണത്തിലുള്ളത്. നമ്മള് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ പോയി കഴിഞ്ഞാൽ അല്ലെ, ഇത് രസമായിരുന്നറിയോ? പണ്ടൊക്കെ ഒരു ശരാശരി ആളുടെ മാസ വരുമാനം എന്ന് പറയുന്നത് വെറും 3000 രൂപ 4000 രൂപയായിരുന്നു.
അല്ലെ? പക്ഷെ ഇപ്പൊ കിട്ടുന്ന എത്രയാണ്? ആ 3000 രൂപയ്ക്ക് പകരം 40,000, 50,000, 60,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് കിട്ടുന്നത്. അല്ലെ? ഓരോരുത്തരുടെ ജോലി അനുസരിച്ച്. അല്ലെ? പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ എന്താണ്, ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളും കൂടി കൂടി വരികയാണ്. ഈ 60,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തികയാത്ത ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. അത്രയ്ക്കും ചെലവുണ്ട്. അല്ലെ? അപ്പൊ 3000 രൂപ കിട്ടിയിരുന്നപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടാണ് ജീവിച്ചത്. അല്ലെ? ഇപ്പൊ നമ്മള് കൊച്ചുനാളിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, വളരെ എന്ത് ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. അല്ലെ? ഇപ്പൊ ഇന്നത്തെ സ്ഥാനത്ത് 60,000, 70,000 കിട്ടുമ്പോൾ അവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല. അല്ലെ? എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുമാണ്. അല്ലെ? അവർക്ക് ഒരു നേരത്തെ സ്വൈരത ഉണ്ടാവില്ല. അല്ലെ? ആരുടെ മുഖത്തും ഒരു എന്താണ്, ഒരു പ്രസരിപ്പില്ല. എല്ലാം എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഞാൻ എന്താ ചെയ്യാ? അല്ലെ? പൈസയൊക്കെ തീർന്നു. ഇനിയിപ്പോ അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, വാടക കൊടുക്കണം, റെന്റ് കൊടുക്കണം, പിന്നെ എന്താണ്, ഇലക്ട്രിസിറ്റി കൊടുക്കണം, വാട്ടർ കൊടുക്കണം, പേപ്പറിന് കൊടുക്കണം, പെട്രോൾ അടിക്കാൻ പൈസ വേണം. ഒന്നിനും പൈസ ഇല്ല. അല്ലെ? ഇപ്പൊ രജോ ഗുണത്തിലാണെങ്കിലും തമോ ഗുണത്തിലാണെങ്കിലും ഏഹ് അവരാരും സമാധാനപരമായി ജീവിക്കുന്നില്ല. ഉം. പ്രഭുപാദൻ ഇത് എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? രജോ ഗുണത്തിലുള്ളവർക്കും തമോ ഗുണത്തിലുള്ളവർക്കും അവർക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഉറക്കം വരില്ല, അവർക്ക് ഉറക്കമില്ല. പണ്ട് പ്രഭുപാദര് അമേരിക്കയിൽ പോയപ്പോ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവരെന്താ ചെയ്യണം നോക്കി നോക്കിയിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇതിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അല്ലേ? ഏഹ് അമേരിക്കയില് 99% ചിലപ്പോൾ 100% ആൾക്കാരും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് അലയുന്നത്. അല്ലെ? അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഞാൻ ഇനി എന്താ ചെയ്യുക, ഇന്നിപ്പോ എന്ത് സുഖമാണ് കിട്ടുക, എന്ത് ആനന്ദമാണ് കിട്ടാണെന്ന് പറഞ്ഞിട്ട്. അല്ലെ? ഇപ്പോ പ്രഭുപാദൻ ആലോചിച്ചത്, ഈ ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ നടക്കുന്ന അവർക്കൊക്കെ ഞാൻ വസുദേവ കഥ എങ്ങനെ പറഞ്ഞു കൊടുക്കും, ഭഗവാന്റെ കഥ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാണ്. അല്ലെ? ആര് പറഞ്ഞത്? നമ്മുടെ പ്രഭുപാദര് ആലോചിച്ചത്. ഉം. ഒരിക്കലെ ഒരു പത്രപ്രവർത്തകൻ പ്രഭുപാദരോട് ചോദിച്ചിട്ടുണ്ട്. ഉം. അദ്ദേഹം അങ്ങേക്ക് അദ്ദേഹം അന്ന് ലണ്ടനിലായിരുന്നു. ലണ്ടൻ എങ്ങനെ തോന്നുന്നു? അല്ലെ? ലണ്ടൻ എന്ന് പറയുന്ന നഗരം എങ്ങനെ തോന്നുന്നു പറയും. പ്രഭുപാദൻ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. അല്ലെ? പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ലണ്ടനോ? നരകമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അല്ലെ, എന്താണ്, ഓൺ ദ സ്പോട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ലണ്ടനോ? നരകമാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടിരിക്കുമല്ലേ. പക്ഷെ അദ്ദേഹം അവിടെ പോയി കണ്ടിട്ട് അവിടെ ആരും സന്തോഷമായിട്ട് നടക്കുന്നത് കണ്ടില്ല. എല്ലാവരും ഇങ്ങനെ പരക്കം പായുക. ആരുടെ മുഖത്തൊരു ഒരു സന്തോഷമില്ല. എല്ലാവരുടെ മുഖത്തിൽ ഒരു ഉത്കണ്ഠയാണ്. മനസ്സിലല്ലേ? പിന്നെ എല്ലാവരും എന്താണ്, ഹിപ്പികളെ പോലെ നടക്കുക. പക്ഷെ അവർക്കോ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷെ അവർ ഹാപ്പി അല്ല. അവർക്ക് എത്ര കിട്ടിയാലും അവര് ഹാപ്പി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പ്രഭുപാദർ എന്ത് പറഞ്ഞത്? ലണ്ടൻ എന്ന് പറഞ്ഞത് നരകമാണ്. കാര്യം അവരെ കംപ്ലീറ്റ് എന്താണ്, ഇന്ദ്രിയ തൃപ്തിയുടെ പുറകിലാണ്. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ പഠിച്ചത് കൊണ്ട് അല്ലെ, നമുക്ക് എന്താണ് നേട്ടം, എന്താണ് നമുക്ക് അതിന്റെ ഉപയോഗം? ചിലർ പറയും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് നേടാനാണ്, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെയോ? ചിലർ ചോദിക്കും. അല്ലെ? ഇപ്പൊ ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് തന്നെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ. ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് എന്ത് നേട്ടമാണ്? അല്ലെ? നമുക്ക് മര്യാദയ്ക്ക് ജീവിച്ച പോലെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നാം ഭഗവാന്റെ അംശമാണെന്നും നമ്മുടെ ലക്ഷ്യം തിരികെ ഭഗവത് ധാമത്തിലേക്ക് എത്തുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും താല്പര്യം എന്താണ്? തിരിച്ച് ഗോലോക വൃന്ദാവനത്തിൽ പോയി ഭഗവാന്റെ സേവ ചെയ്ത് വളരെ സന്തോഷമായിട്ട് സന്തുഷ്ടിയായിട്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്നാണ്. അല്ലെ? ഉം. അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ആ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു ആഗ്രഹം എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് ഗോലോക വൃന്ദാവനത്തിൽ എത്തണം. അതിനെന്താ വഴി? ഇന്ന് എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നാളെ എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ? അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ആ ഫ്ലൈറ്റ് പിടിക്കാൻ. അല്ലെ? ഉം. ആ, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിന് എത്ര ദൂരം ആകാശത്ത് പറക്കാനാണ്? അപ്പൊ അതിനൊരു ലക്ഷ്യബോധം വേണം. അല്ലെ? പൈലറ്റ് ചുമ്മാ അങ്ങ് പൊക്കി പൊക്കി അങ്ങ് ആകാശത്ത് കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് അറിയില്ല. പൈലറ്റ് ആലോചിക്കുകയാണ്, ഈ എങ്ങോട്ടാ പോകേണ്ട, ഒരിടത്തും പോകാനില്ല. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അല്ലെ? പക്ഷേ നമ്മൾ ആലോചിക്കണം, അതിൽ കുറച്ച് പെട്രോൾ ഉണ്ട്. ആ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പൊത്തോന്ന് താഴെ വീഴും. അപ്പൊ അതിന് ഒരുപാട് നേരം പറക്കാൻ ഒക്കില്ല, എന്തില്ലെങ്കിൽ ലക്ഷ്യബോധമില്ലെങ്കിൽ.
ഇപ്പൊ നമ്മുടെ യാത്ര എവിടെ ആയിരിക്കണം? ഏഹ് എവിടെയെങ്കിലും അത് അവസാനിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോ ഫ്ലൈറ്റ് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. എന്ത് പറഞ്ഞു? മന്മന ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി മുക്തൈവ മാമാത്മനം ആത്മപരായണം മത്പരായണം. അല്ലെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്നിൽ മനസ്സുറപ്പിക്കുക. അല്ലെ, മന്മന ഭവ മദ്ഭക്തോ. ഉം? മദ്ഭക്തോ. മന്മന, മനസ്സ്. മനസ്സ്. അല്ലെ, എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. സംശയം വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സദാ ഹരിയായിട്ടിരിക്കണം. ഇപ്പൊ എന്ത് ചെയ്താലും ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അല്ലെ, എന്നിട്ട് അവസാനം ഈ ഗീത എല്ലാം ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ എന്താ അവസാനം പറഞ്ഞത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. അല്ലെ, ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാര്യം എന്താണ്? നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ മന്ദബുദ്ധികളാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ പല തരത്തില് പല രീതിയില് അല്ലെ പല സന്ദർഭത്തില് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം എന്ത് പറഞ്ഞു? സർവധർമാൻ, നീ ബാക്കിയുള്ള ധർമ്മങ്ങളെല്ലാം വിട്ടിട്ട് പരിത്യജ മാമേകം ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കും. മാം ഏകം എന്നവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അല്ലേ? അല്ലാതെ എനിക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ പിന്നെ ബാക്കി 33 കോടി ദൈവങ്ങളിലെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ, നമുക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക എന്ന് പറഞ്ഞില്ല. മാം ഏകം, എന്നെ മാത്രം. മാം ഏകം എന്ന് പ്രത്യേക അടിവരായിട്ട് പറയുന്നുണ്ട്. സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജാണ് അല്ലേ. ഉം. മാമും മറ്റുള്ളവരും ശരണം വ്രജ എന്ന് അദ്ദേഹം പറഞ്ഞില്ല അല്ലേ. മാം ഏകം ശരണം വ്രജ ആം ത്വാം സർവ പാപിഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട, നീ ഒന്നും സംശയിക്കണ്ട, നീ പേടിക്കണ്ട. അല്ലെ, നിന്നെ ഞാന് രക്ഷിച്ചുകൊള്ളാം. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം നേടുക, അതാണ് വേണ്ടത്. അല്ലെ, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. നമ്മുടെ പാപങ്ങളെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും ഈ നരകത്തില് കഴിയേണ്ടി വരുന്നത്. അല്ലെ, അപ്പൊ ഈ പാപം മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ തിരിച്ചു കൊണ്ട് പൊക്കോളെന്നാണ് ഇവിടെ നമുക്ക് ഉറപ്പ് തരുന്നത്. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടണം? അതിന്റെ അപ്പുറത്ത് ഒരാൾ പറയാനില്ലല്ലോ അല്ലെ. ഭഗവാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാൻ. ഭഗവാൻ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. വേറെ ആരൊക്കെ നമുക്ക് മോക്ഷം തരാൻ പറ്റുക? ആർക്കും പറ്റില്ല അല്ലെ. നമ്മൾ വിചാരിക്കും പലരും ഉണ്ടാവുന്ന കൂടെ, ആരുണ്ടാവില്ല. പിന്നെ ആരുണ്ടാവും? ഭഗവാൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് അതുപോലെ കളഞ്ഞാൽ പോലെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അല്ലെ, ഈ ലക്ഷ്യം മനസ്സ് വെച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് നടക്കൂല? നമുക്ക് തോന്നും ഇത് എന്നെ കൊണ്ട് പറ്റൂല. അല്ല, ഒരിക്കലും അല്ല, നമുക്ക് പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ഭഗവാൻ നമ്മൾ പറയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം മാത്രമേ ഭഗവാൻ നമ്മളോട് പറയൂ. അല്ലെ, നമുക്ക് ഇത് അതുപോലെ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നമ്മൾ വിജയിക്കാൻ പറ്റും. അല്ലെ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു അല്ലലും ഇല്ലാതെ, ഒരു അലട്ടലും ഇല്ലാതെ, ഒരു വിഷമങ്ങളും ഇല്ല, ഒരു വൈഷമ്യങ്ങളും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു മാനസിക സംഘർഷങ്ങളില്ലാതെ അല്ലെ നമുക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ അല്ലെ, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. അല്ലെ, അതല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ഭഗവാനെ നമ്മൾ സേവ ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? മായയുടെ മടിത്തട്ടിലായിരിക്കും. അല്ലെ, മായ നമ്മളെ വശീകരിക്കും. മായ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കണം അല്ലെ. യവന്റെ മനസ്സിൽ എപ്പോഴാണ് ഒരു ഗ്യാപ്പ് വരുന്നത്? ഭഗവാൻ ഇല്ല, ആ മനസ്സിൽ ഭഗവാൻ ഇല്ലാത്ത അവസരം എപ്പോഴാണ്? അപ്പൊ കയറി പിടിക്കും. അപ്പൊ അതാണ് മായാദേവിയുടെ ജോലി. മായാദേവി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എത്ര പേരാണ് എന്റെ ഭഗവാന്റെ അല്ലെ എന്റെ എന്താണ് മാസ്റ്ററുടെ ഭക്തനായിട്ടിരിക്കുക. അവരെ ഒരൊന്നും ചെയ്തില്ല. നേരെ മറിച്ച് ആ മനസ്സിനകത്ത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ മായാദേവി അപ്പൊ നമ്മൾ പിടിക്കും. അല്ലെ, മായാദേവിയാൽ വശീകരിക്കപ്പെടും. നമ്മൾ കുടുങ്ങി പോകും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലെ, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അല്ലെ പെട്ട് ഉഴലും. അത് കഴിഞ്ഞ് പിന്നെ സാത്വിക ഗുണം അങ്ങ് പോവാണ്, പിന്നെ കാണത്തില്ല. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ആയിരിക്കും പിന്നെ നമ്മൾ. അല്ലെ, പഴയ കാലങ്ങളിൽ കൃഷ്ണാപൂരത്തിൽ നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, എളുപ്പമായി. ഈ കാലത്ത് ഇന്നത്തെ കാലത്ത് എന്താണ്, അത് അത്ര എളുപ്പം ലഭ്യമല്ല. അല്ലെ, ചുറ്റുപാടുകൾ ഒരുപാട് മാറിപ്പോയി. ഫോർ എക്സാമ്പിൾ, പണ്ടൊക്കെ നമ്മള് അല്ലെ ഉത്സവത്തിന് അമ്പലത്തിലെ ഏതെങ്കിലും ഒരു ഉത്സവത്തിന് എന്തായിരിക്കും അവിടെ വലിയ എന്താണ് കുചേല വൃത്തം, കഥകളി, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ബാലെ
അങ്ങനെ ബാലകൾ അല്ലെ എല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ്. ഭഗവാന്റെ ബാലകളും കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നാണെങ്കിലോ, ഇന്ന് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത വെറുതെ വെറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അമ്പലത്തിൽ പോലും നടക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ല. ഇപ്പൊ കഥകളിക്ക് എത്ര പേര് പോയി കാണും? അല്ലേ? ആരും കാണൂല. കാരണം അവർക്ക് കഥകൾ അറിയില്ല. കഥകളി കണ്ട് രസിക്കണമെങ്കിൽ അതിന്റെ കഥ അറിയണം. കഥ അറിഞ്ഞാലേ ആ ആട്ടം കണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ? ഇപ്പൊ ഉള്ള കുട്ടികൾക്ക്, ജനറേഷന് ആ കഥകളൊന്നും അറിയില്ല. അതുകൊണ്ട് കഥകളി അവർക്ക് ഇഷ്ടമല്ല. അതെന്താ പറയുന്നത് ഒരു പിടുത്തമില്ല. അല്ലേ? വേഷങ്ങൾ എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കണം. അത് കഴിഞ്ഞ് അവർക്ക് ബോറടിക്കും. അപ്പൊ അവർക്ക് ഈ ടപ്പാൻ കൂത്ത് എന്താണ് പാട്ടും ഡാൻസും ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. അല്ലേ? അപ്പോ നമുക്ക് അന്നൊക്കെ നല്ല സാഹചര്യങ്ങളുണ്ട് കൊച്ചിലെ, അല്ലെ? നമ്മളെ കൊച്ചുനാളിലൊക്കെ. കാരണം ചുറ്റുപാട് മുഴുവൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ ചുറ്റുപാട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും ഭഗവാൻ എഗൻസ്റ്റ് ആണ്. ഭഗവാനെ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ. ഒന്നും വേണ്ട, ഈ മൊബൈൽ ഒന്ന് എടുത്ത് കയ്യിലെടുത്താൽ മതി. മൊബൈൽ എടുത്തിട്ട് ഒരു മെസ്സേജിലോട്ട് നോക്കിയാൽ മതി, തീർന്നു. 3 മണിക്കൂർ പോയി കിട്ടും. നമ്മൾ അറിയത്തില്ല 3 മണിക്കൂർ പോയ കാര്യം. ഇങ്ങനെ ചുരണ്ടി 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 ഇരിക്കും. അല്ലെ? ആരെങ്കിലും വന്ന് നമ്മളെ തട്ടി വിളിച്ചാലേ നമ്മൾ അറിയത്തുള്ളൂ. അല്ല, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പോട്ടെ ചോദിക്കുമ്പോഴാണ് അയ്യോ സമയമായോ ചോദിക്കണം. അല്ലെ? പണ്ട് പ്രഭുപാദിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അല്ലെ, നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം ക്ഷേത്രങ്ങൾ പണിയുന്നത്? ഏഹ് അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഞാനൊരു മരച്ചോട്ടിലിരുന്ന് ഭഗവത്ഗീതയോ ഭാഗവതമോ ഏഹ് എന്താണ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കേൾക്കാനായിട്ട് ഇവിടെ ആരും വരില്ല, ഈ മരച്ചോട്ടിൽ ആരും വരില്ല. നേരെ മറിച്ച് ഒരു അമ്പലം ഉണ്ടെങ്കിൽ, ടെമ്പിൾ ഉണ്ടെങ്കിൽ, അല്ലെ, അതിനകത്ത് വെച്ച് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. അല്ലെ? അവിടെ ഫാൻ ഉണ്ട്, AC ഉണ്ട്, എല്ലാ കസേരയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്. കംഫർട്ടായിട്ട് ആൾക്കാർക്ക് അവിടെ ഇരുന്ന് കേൾക്കാം. ഇപ്പൊ തറയിൽ ഇരിക്കാൻ പറഞ്ഞാൽ പലർക്കും ഇരിക്കാൻ പറ്റില്ല, മുട്ട് മടങ്ങൂല. തലയിൽ ഇരുന്നാൽ തന്നെ അയ്യോ വലിയ പ്രശ്നമാണ്, പിന്നെ എണീക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരെങ്ങനെ തറയിലിരിക്കും? ഇപ്പൊ ഈ മരച്ചൂട്ടിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ? ഒന്ന് ചൂടെടുക്കും. അല്ലേ? പിന്നെ മഴ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ആണ് നമുക്ക് ടെമ്പിൾ വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി മാത്രമല്ല, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാനും പഠിക്കാനുമുള്ള ഒരു 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 സങ്കേതം കൂടെയാണ് എന്ത് അമ്പലം എന്ന് പറയുന്നത്. അപ്പൊ അമ്പലത്തിനകത്ത് അതൊക്കെയാണ് നടക്കേണ്ടത്. അല്ലേ? ഭഗവാനെ കുറിച്ചിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കണം, ഭാഗവതം പഠിപ്പിക്കണം. അപ്പൊ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ് എന്ത്? ടെമ്പിൾ, അമ്പലം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രഭുപാദർ തിരിച്ചു പറഞ്ഞത്, അല്ലെ? ആൾക്കാരെ ആരും വരത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ടെമ്പിളുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉം. അവിടെ ആൾക്കാർ കംഫർട്ട് ആയിട്ടിരുന്ന്, അല്ലെ, വളരെ സന്തോഷത്തോടുകൂടി ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് അവര് ഭഗവാന്റെ കഥ കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് രണ്ട് താല്പര്യം ഉണ്ടാവും. എന്തൊക്കെയാണ് ആ താല്പര്യം? ഒന്ന്, പറയണം, എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം. അപ്പൊ എനിക്ക് എന്ത് വേണം? ഭഗവത്ഗീത വിശദമായിട്ട് പഠിക്കണം. കാരണം അത് നമ്മുടെ മാനുവലാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു മാനുവലാണ്. നമുക്ക് എന്ത് പ്രയാസം വന്നാലും അതിനകത്ത് ഉത്തരവുണ്ടാവും. അല്ലേ? ഇത് നമ്മുടെ പ്രശ്നങ്ങളുടെ താക്കോലാണ്. എന്താണ് ഇത്? അല്ലേ? അതൊട്ട് തുറന്നാല് ആ നമുക്ക് പൂട്ടി തുറക്കാൻ പറ്റും. അല്ലേ? നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത്? ഭഗവത്ഗീത വായിച്ചാൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കുക, ഭഗവത്ഗീത എടുത്തിട്ട് തുറന്നു നോക്കാം. അത് ഒരു ശ്ലോകം വായിക്കുമ്പോൾ അതിനകത്ത് ഉത്തരം ഉണ്ടാവും. നമ്മൾ എന്തിനെ കുറിച്ചാണ് വറി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഉത്തരം ആ ശ്ലോകത്തിലുണ്ടാവും. ഒരു 3-4 ശ്ലോകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സമാധാനമാവും. കാര്യം എന്താണ്? അതിനകത്ത് ഭഗവാനുണ്ട്, ഭഗവാന്റെ ഒരു പൊട്ടൻസി അതിനകത്തുണ്ട്. കാര്യം ഇതാരാണ്? ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ വായ കൊണ്ട് പറഞ്ഞതാണ്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. മറ്റതെല്ലാം വ്യാസദേവൻ എഴുതിയതാണ്, ആരെങ്കിലുമൊക്കെ എഴുതിയതാണ്, അല്ലെ? മറ്റുള്ള വേദങ്ങളൊക്കെ. പക്ഷെ ഭഗവത്ഗീതയിൽ വേറിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ പൊട്ടൻസ് ഭയങ്കരമാണ്. അതാണ് ഭഗവത്ഗീത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് വിചാരിക്കണം? എനിക്ക് ഭഗവത്ഗീത വിശദമായിട്ട് പഠിക്കണം, അല്ലേ? ഏഹ്? രണ്ട് കാര്യം പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി എനിക്ക് മറ്റൊരു ജന്മം വേണ്ട. ദിസ് ഷുഡ് ബി ദ ലാസ്റ്റ്. ഇതായിരിക്കണം എന്റെ അവസാന ജന്മം, അല്ലേ? ഇനി ഒരു ജന്മം എനിക്ക് വേണ്ട. പട്ടിയായിട്ടോ പഴുതാരയായിട്ടോ പൂച്ചയായിട്ടോ ഒന്നും എനിക്ക് വേണ്ട, അല്ലേ? ഇനി ഒരു മനുഷ്യനായിട്ടും വേണ്ട. പിന്നെയോ എനിക്ക് വേണ്ടത് ഭഗവാന്റെ ധാമത്തിലെത്തത്, തിരിച്ചു വരാത്തൊരു യാത്രയായിരിക്കണം എന്ന് വേണം നമ്മൾ എപ്പോഴും മനസ്സിൽ കാണാനായിട്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മുടെ മനസ്സിൽ ആ ഒരു എന്താണ്, ഒരു ഡെസ്റ്റിനേഷൻ വേണം. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അപ്പൊ ആദ്യത്തെ എന്താണ്? എനിക്ക് ഭഗവത്ഗീത നന്നായിട്ട് വിശദമായിട്ട് പഠിക്കണം. രണ്ട്, എനിക്ക് ഇനി മറ്റൊരു ജന്മം വേണ്ട. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ. അതിന് ഓപ്പോസിറ്റ് നമ്മളൊന്നും ചെയ്യില്ല എന്നർത്ഥം.
നമ്മളെപ്പോഴും വിഗറായിരിക്കും, അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ചായിരിക്കും നമ്മൾ ഒരു കാര്യം പറയുക. ജഡഭരതനെ പോലെ അല്ലെ. ജഡഭരതൻ വാർത്തൊന്നും പറയില്ല. കാര്യം എന്താ? എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിൽ കർമ്മം ഉണ്ടാവും അല്ലേ. അത് പിന്നെ അത് പ്രശ്നമായി വരും. അതുകൊണ്ട് മിണ്ടത്തില്ല. അങ്ങനെയാണ് ജഡഭരതൻ ഇരുന്നത് അല്ലെ. വിതൗട്ട് എനി റിയാക്ഷൻ. ഒരു റിയാക്ഷനും ഇല്ല. എന്ത് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും ചെയ്താലും ഒരു റിയാക്ഷൻ ഇല്ല, മിണ്ടാതിരിക്കും. കാര്യം എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതില് നമുക്ക് വീണ്ടും ഒരു കർമ്മം കിട്ടും അല്ലെ. ഉം. നമ്മൾ അത് എങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കഥ പറയാം. ആ കഥയിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എവിടെയും നമുക്ക് കൃഷ്ണാപൂരത്തിൽ വർത്തിക്കാൻ പറ്റും. പക്ഷെ അതിനെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം അല്ലെ. ഒരു ചെറിയ ഗ്രാമത്തില് ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. വലിയ ബംഗ്ലാവ്, കൂറ്റൻ ബംഗ്ലാവ്. അവിടുത്തെ ഏറ്റവും വലിയ ധനികനാണ് അല്ലെ. അതിന് ചുറ്റിനും നല്ല വെളുത്ത മതിലുണ്ട് അല്ലെ. ഒരു കൂറ്റൻ ബംഗ്ലാവാണ്. അതിന് ചുറ്റിനും എന്തുണ്ട്? കൂറ്റൻ മതിലുകളുമുണ്ട്. അപ്പൊ പകുതിയെ ഈ ബംഗ്ലാവ് കാണാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ മതിലാണ്. ഈ മതിലും ഈ വെളുത്ത സ്ഥലങ്ങൾ, ഈ ചുവരൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട് അല്ലെ. അവർക്കൊരു ഒരു വരെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാനാണ് അല്ലെ. അപ്പൊ അവിടെ കുറച്ച് ദൂരെയായിട്ട് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികള് അവര് തമ്മില് ഒരു ഒരു എന്താണ് ആ, 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 ഒരു മത്സരം വെച്ചു. ഉം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മതിലിന്റെ ഫ്രണ്ടില്, മതിലിന് വെളിയില് ഈ അത് സൂക്ഷിക്കാനായിട്ട് ഒരു കാവൽക്കാരനുണ്ട്. നല്ല കപ്പട മീശയൊക്കെ വെച്ചിട്ട് ഒരു കാവൽക്കാരൻ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കമ്പുണ്ട്. ആര് ചെന്നാലും അയാൾ അടിച്ചു ഓടിക്കും. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് അവിടെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ ഈ മതിൽ അവരെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വന്ന് എഴുത് 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 എന്ന് പറയും. കുത്തി വരയ്ക്കും കുത്തി വരയ്ക്കും. അവർക്ക് അത് ആനന്ദം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഈ കുട്ടികൾ എന്താ ചോദിച്ചാൽ ആർക്കും പോകാനുള്ള ധൈര്യമല്ല. അതുകൊണ്ട് അവരൊരു മത്സരം വെച്ചു. ആരാണോ ആ മതിലിൽ പോയി കുത്തി വരച്ചിട്ട് വരുന്നത്, അവർക്ക് ബാക്കി എല്ലാവരും കൂടി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ബാക്കി എല്ലാവരും കൂടെ എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. ആ ഐസ്ക്രീം എന്ന് കേട്ടപ്പോ പലർക്കും താല്പര്യം തോന്നും. അതിലൊരു ബുദ്ധിയുള്ളവൻ ഏഹ് ഒറ്റ ഓട്ടം ഓടി മതിലേക്ക്. അയ്യോ എന്റെ പൊന്നു, ഇവരെല്ലാം പേടിച്ചുപോയി. ആര്? മറ്റുള്ള കൂട്ടുകാരല്ല, കുട്ടികളെല്ലാം പേടിച്ചുപോയി. അയ്യോ ഇപ്പൊ അങ്ങേര് ഇവനെ എടുത്ത് തല്ലി ശരിയാക്കുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അങ്ങോട്ട് പോയി നമ്മുടെ ധൈര്യവും വരുന്നില്ല അല്ലെ. അവനെ പോയി രക്ഷപ്പിക്കാനും പറ്റില്ല. ആ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത്. പോയി മേടിച്ചിട്ട് വരണം വിചാരിച്ചു അല്ലേ. അവൻ ഓടിപ്പോയി, ഒരു കരിക്കട്ട എടുത്തിട്ടാണ് പോയത്. ഓടിപ്പോയി അവിടെ എന്തോ കുത്തി വരച്ചു അല്ലെ. എന്തോ വരച്ചു. കുത്തി വരച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ കാണാം, ആ ആ സെക്യൂരിറ്റി ഓടി വരികയാണ്. വടി എടുത്തിട്ട് ആരാന്ന് പറഞ്ഞിട്ട് നിന്നെ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഓടി വരികയാണ്. ഓടി വന്ന് അടുത്ത് വന്നപ്പോ എന്തോ അയാള് കണ്ടിട്ട് എന്തോ ചോദിച്ചു. ഇവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്തോ ചോദിച്ചു, സംസാരിച്ചു. അങ്ങനെ അയാളെ കെട്ടിപ്പിടിച്ചു, ആ പയ്യനെ കെട്ടിപ്പിടിച്ചു അല്ലേ. കെട്ടിപ്പിടിച്ചിട്ട് അവനെ പൊക്കോളം പറഞ്ഞിട്ട് പറഞ്ഞു. ആഹാ, ഇതെന്ത് മറിമായം! യവനെ ഇപ്പൊ തല്ലിക്കൊല്ലൂ എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് അല്ലേ. അവനതേ ഇപ്പൊ അങ്ങേര് ആ ഭീകരനായിട്ടുള്ള ആ സെക്യൂരിറ്റി അവനെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് വിടുന്നു അല്ലേ. ഉം. അപ്പോ യവൻ പതുക്കെ തിരിച്ചു, വിജയശ്രീലാണ് ഇതിനായിട്ട് തിരിച്ചു വരികയാണ്. ആര്? ഈ കൂട്ടുകാരൻ. അവൻ തിരിച്ചു വന്നപ്പോ എല്ലാവരും ചോദിച്ചു, എന്താ നീ എന്താ അവിടെ കാണിച്ചത്? നീ എന്താ ചെയ്തത്? എന്താ അവിടെ കുത്തിവരച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ലെ, അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ അതിൽ എഴുതിയത് ഇവിടെ പരസ്യം പതിക്കരുത് എന്നാണ്. അതായത് ഇവിടെ പരസ്യം പതിക്കരുത് എന്നാണ് അവൻ എഴുതിയത്. ഇവിടെ പിള്ളേരെന്ത് വിചാരിച്ചാൽ അവൻ തൊക്കി കുത്തിവരിക്കണം അല്ലെ. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. എവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് ആ സന്ദർഭോചിതമായിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ, ബുദ്ധി ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാനെ വിളിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റ് ആയിരിക്കും, അച്ചട്ടാ. മനസ്സിലല്ലേ. അപ്പോ എല്ലാവരും കൂടെ എന്ത് ചെയ്തു? അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അല്ലേ. അപ്പൊ അതാണ് നമ്മള് പ്രഭാതിൽ പറയുന്നത്, യു ഷുഡ് യൂസ് യുവർ ഇന്റലിജൻസ്. എല്ലാത്തിനും പഴുതുണ്ട്, എല്ലാത്തിനും വഴിയുണ്ട്. നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യവും സാധിക്കും. ഒരു കാര്യവും ഈ ലോകത്ത് സാധിക്കാതില്ല, എല്ലാ കാര്യവും സാധിക്കും അല്ലെ. പക്ഷെ അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടെ വേണം. നമ്മൾ എന്ത് ചെയ്യണം? സദാ ഹരിയായിട്ടിരിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ അല്ലെ. നാം അല്ല, അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണം, നീങ്ങാൻ പഠിക്കണം അല്ലെ. നാം ഭഗവാന് എന്താണ് ഭഗവത് ധാമത്തിൽ എത്താനായിട്ട് അല്ലെ നിരന്തരം ശ്രമിക്കണം. അല്ലെ. യമനിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഉം. ആനുകൂല്യന കൃഷ്ണാനുശീലനമായിരിക്കണം അല്ലെ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തീർച്ചയായിട്ടും ധാമം കിട്ടും, നമുക്ക് ആ പരംധാമം കിട്ടും അല്ലെ.
അനുകൂലന കൃഷ്ണാശീലനുമായി നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ഇതെന്താണ് ബാലി കയറാൻ മലയൊന്നുമല്ല, വളരെ എളുപ്പം നമുക്ക് പിടിച്ചടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലെ? എന്താണ് ഭഗവത് ധാമത്തിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കും, ഓ അതൊക്കെ എന്നെ കൊണ്ട് പറ്റും. പലരും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് അതൊന്നും എനിക്കതൊന്നും പറഞ്ഞിട്ടില്ല പ്രഭു, എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്നോ. എന്താ പറ്റാത്ത? സുഖമായിട്ട് പറ്റും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹരേകൃഷ്ണ മഹാമന്ത്രം പറയും, വെജിറ്റേറിയൻ ആവുക, അല്ലെ? 4 യമനിയമങ്ങൾ പാലിക്കുക, ഏകദശ വ്രതം എടുക്കുക, എന്താണ് പ്രസാദം കഴിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താ, എവിടെയാണ് ദോഷമുള്ളത്, എവിടെയാണ് എന്ത് പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. വളരെ ലളിതമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും നമ്മളോട് പറഞ്ഞുള്ളൂ. ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും എന്താണ് പ്രഭുപാദരാണെങ്കിലും. പ്രഭുപാദൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അല്ലേ? പ്രഭുപാദന്റെ കുഞ്ഞാണ്, പ്രഭുപാദന്റെ പട്ടാളത്തിലുള്ള ആളാണ്, അല്ലേ? അവനെ നമ്മൾ ഇനി സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പോരെ എന്ന് പറയാം. അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. യാരേതൊക്കെ താരക്കഹോ കൃഷ്ണ ഉപദേശ്. എന്നിട്ട് നമ്മളുടെ സാധന നമ്മൾ വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലെ? അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഉണ്ടാവാൻ പാടില്ല. ഏറാം, കൂടാം, പക്ഷെ കുറച്ചിലുണ്ടാവാൻ പാടില്ല, കുറയാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സ് വെച്ച് ശ്രദ്ധിക്കണം. അല്ലെ? കാര്യം പദം വിപദം എന്ന് പറയുന്നത് പോലെ പല ചിന്തകളും പല കാര്യങ്ങളും പല തടസ്സങ്ങളും നമുക്കെതിരായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ ആധ്യാത്മികതയിൽ പോകുമ്പോൾ മറ്റു പല ഇൻഫ്ലുവൻസും വരും. അതിലൊന്നും നമ്മൾ വഴിപ്പെടാതെ നോക്കും. മനസ്സിലായല്ലേ? വഴിപ്പെടാതെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിൽ എത്താൻ പറ്റും. അതിന് സംശയമേ വേണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്കൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് പ്രഭുജിയോട് അതൊരു പ്രഭുവിന് മുടക്കം കൂടാതെ വരുന്നതിലേക്ക് വേണ്ടിയിട്ടും പ്രഭുവിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.